കാസർഗോഡ് കല്യോട്ടെ ഇരട്ട കൊലപാതകത്തിൽ പിടിയിലായ പീതാംബരന് കൊലപാതകത്തിലും പങ്കെന്ന് മൊഴി. കൊല്ലപ്പെട്ട കൃപേഷിനെ തലയ്ക്ക് വെട്ടിയത് പീതാംബരനാണെന്ന് പോലീസിന് മൊഴി ലഭിച്ചു. സുഹൃത്തുക്കളായ 6 പേരും കൊലപാതകത്തിൽ പങ്കാളികളായതായും കണ്ടെത്തിയിട്ടുണ്ട്. ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടും അക്രമക്കേസിൽ അർഹമായ പരിഗണന പാർട്ടി നൽകാത്തതിനുള്ള അപമാനവും കൊലയ്ക്ക് കാരണമായി. വിശദാംശങ്ങളുമായി ആനന്ദ് കുട്ടിയുണ്ട്. ആനന്ദ്, ഗൂഢാലോചനയിൽ പങ്കാളിയാണ് പീതാംബരൻ എന്ന നിഗമനത്തിലായിരുന്നു ഇന്നലെ പോലീസ് എത്തിച്ചേർന്നത്. എന്നാൽ കൊലപാതകത്തിൽ പീതാംബരന് കൃത്യമായ പങ്കുണ്ട് എന്നൊരു തെളിവാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ പുറത്തുനിന്നുള്ള കൊട്ടേഷൻ സംഘാംഗങ്ങൾ ആരും ഉൾപ്പെട്ടിട്ടില്ല എന്നതാണോ ഇപ്പോൾ പോലീസ് കരുതുന്നത്? അനുജ, ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പീതാംബരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് SP ശ്രീനിവാസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് മോട്ടിവേഷനാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റം. ഈ മോട്ടിവേഷൻ കാരണത്താലാണ് ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതെന്നാണ്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു പീതാംബരന്റെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയത്. എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി വിശദമായ ചോദ്യം ചെയ്യലിൽ മറ്റു പല വിവരങ്ങളും കൂടി പുറത്തുവരികയുണ്ടായി. പീതാംബരൻ തന്നെ നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തു എന്ന രീതിയിലുള്ള സൂചനകൾ കൂടി നമുക്ക് ലഭിക്കുന്നു. പീതാംബരൻ ശ്രീ കൃപേഷിന്റെ തലയ്ക്ക് വടിവാൾ ഉപയോഗിച്ച് വെട്ടി എന്ന ഏറ്റവും സുപ്രധാനമായ വിവരം കൂടി നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇതിൽ പുറത്തുനിന്നുള്ള കൊട്ടേഷൻ സംഘത്തിന്റെ പങ്ക്, അവരുടെ എത്രത്തോളം പങ്ക് ഉണ്ട് എന്നതും കൂടി ഈ പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലേക്കടക്കം അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവർ കണ്ണൂർ ആലക്കോട് സ്വദേശിയടക്കം ഉണ്ട് എന്നൊരു സൂചന കൂടി നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഇപ്പോൾ ഇനിയും സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. നേരെ മറിച്ച് 3 പേരോളം ഇനിയും അറസ്റ്റിലാകാനുണ്ട്. അതിൽ പയ്യന്നൂർ സ്വദേശികളാണ് അറസ്റ്റിലാകാനുള്ളത് എന്ന ഒരു വിവരം കൂടിയുണ്ട്. ഏതായാലും ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വിശദമായ അന്വേഷണം തന്നെയാണ് SP ശ്രീനിവാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവമായി തന്നെ ഈ വിഷയത്തെ കാണുന്നു. വ്യക്തിപരമായ കാരണത്താലാണ് കൃപേഷിനെയും ശരത്ലാലിനെയും കൊല ചെയ്തത്. തന്റെ അറിവോടെ, തന്റെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്നും താൻ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്നുമുള്ള ഒരു നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് പീതാംബരൻ പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നത്. മറ്റു പ്രതികളെല്ലാം ചോദ്യം ചെയ്തു വരികയാണ്. പീതാംബരനെ ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പീതാംബരനെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡിയിലുള്ള മറ്റു പ്രതികളുടെ അറസ്റ്റ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഉണ്ടായേക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പിടിയിലാകാനുള്ള 3 പേർക്ക് വേണ്ടിയുള്ള അന്വേഷണവും ഇവരുടെ ചോദ്യം ചെയ്യലിന് ലഭ്യമായ വിവരം വെച്ചുള്ള അന്വേഷണം വളരെ ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. മറ്റൊന്ന്, നേരത്തെ കണ്ടെടുത്ത മഹീന്ദ്ര സൈലോ വാഹനത്തിന്റെ, അക്രമികൾ ഉപയോഗിച്ച മഹീന്ദ്ര സൈലോ വാഹനത്തിന്റെ ശാസ്ത്രീയ പരിശോധന അടക്കം നടക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള സൈബർ സെല്ലിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. പഴുതടച്ചുകൊണ്ടുള്ള തനിക്ക് നേരെ കൃപേഷും ശരത്ലാലും മുൻപ് ആക്രമണം നടത്തിയതിനെ കുറിച്ച് പാർട്ടിയിൽ പരാതിപ്പെട്ടിരുന്നു. എന്നാൽ കൃത്യമായൊരു പ്രതികരണം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഇതിലൊക്കെ നിരാശ പൂണ്ടുകൂടിയാണ് ഇത്തരത്തിലേക്കൊരു കൃത്യം ചെയ്തതെന്നാണ് ഇപ്പോൾ പീതാംബരൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും അനുജ, നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തതുപോലെ പീതാംബരന്റെ മൊഴിയിൽ വ്യക്തമാക്കുന്നതും ഈ ഒരു കാര്യം തന്നെയാണ്. തനിക്കെതിരെ കൃത്യമായി 1.5 മാസം മുൻപ് ഒരു ആക്രമണം ഉണ്ടായിരുന്നു. ആ സമയത്ത് പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായിട്ട് പാർട്ടിക്ക് പരാതി നൽകിയിരുന്നു. മാത്രമല്ല പോലീസിലും പരാതി നൽകിയിരുന്നു. പോലീസിൽ നൽകിയ പരാതിയിൽ ഈ കൃപേഷിനെയും ശരത്ലാലിനെയും വധശ്രമത്തിന് കേസെടുക്കണമെന്ന ആയിരുന്നു പീതാംബരന്റെ ആവശ്യം. എന്നാൽ ശരത്ലാലിനെ മാത്രമായിരുന്നു അന്ന് കോടതി ശിക്ഷിച്ചത്. കൃപേഷിനെ വെറുതെ വിടുകയായിരുന്നു. കൃപേഷ് ആ സമയത്ത് വീട്ടിലായിരുന്നു എന്ന കാരണത്താലാണ് കൃപേഷിനെതിരെ കേസെടുക്കാതിരുന്നത്. ശരത്ലാൽ ഫെബ്രുവരി 8-ാം തീയതിയാണ് റിമാൻഡ് കാലാവധി പൂർത്തിയാക്കി ജാമ്യത്തിലിറങ്ങിയത്. അതിനുശേഷം 10 ദിവസത്തിനുള്ളിലാണ് ശരത്ലാലും കൃപേഷും കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു അക്രമത്തിൽ, തനിക്ക് നേരെയുണ്ടായ അക്രമത്തിൽ പാർട്ടിക്ക്, ലോക്കൽ കമ്മിറ്റിക്ക് പോലും പരാതി നൽകിയിട്ടും പാർട്ടി മെമ്പറായ, പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായ തന്റെ പരാതിയിൽ പാർട്ടി ഗൗരവമായി കണ്ടിട്ടില്ല. കൃത്യമായ അന്വേഷണം നടത്തിയില്ല. അതിനെക്കുറിച്ച് മറ്റ് ചോദ്യം ചെയ്യലുകളോ കാര്യങ്ങളോ ഒന്നും, തുടർ നടപടികളോ ഒന്നും ഉണ്ടായില്ല. ഇതിന്റെ ഒരു മനോവിഷമം കൃത്യമായും പീതാംബരനുണ്ടായിരുന്നു. ഇരട്ട കൊലപാതകത്തിൽ പിടിയിലായ പീതാംബരന് കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന നിർണായകമായ മൊഴി. കൃപേഷിനെ തലയ്ക്ക് വെട്ടിയത് പീതാംബരനാണ് എന്നതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന മൊഴി. പോലീസ് കൂടുതൽ അന്വേഷണം തുടരുകയാണ്.